ഹായ്, നമ്മളെന്തൊരു സിമ്പിളായിട്ടൊരു സൈഫോണിക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കണം കേട്ടോ. പലരും പല പോലത്താണ് ചെയ്യണത്. നമ്മൾ സിമ്പിളായിട്ട് സ്ക്രൂ ഒന്നും ചെയ്യണില്ല, സിലിക്കൺ ഇട്ടാണ് ചെയ്യണത്. പിന്നെ ക്ലോസറ്റ് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് അടയാളം എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ 4 ഇഞ്ച് പൈപ്പ് എന്ന് പറഞ്ഞത് ഒരു 1 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന കോലത്തിലാണ് ചെയ്യണത്. കട്ട് ചെയ്തിട്ട് ക്ലോസറ്റ് നമ്മൾ ടൈൽമെന്ന് കറക്റ്റാണോ നോക്കണം. കറക്റ്റ് അളവെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് അടയാളം എടുക്കണം. കറക്റ്റ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് അടയാളം എടുക്കണം. സ്ക്രൂ ചെയ്യുന്നവരും ഉണ്ടാവും, നമ്മൾ സ്ക്രൂ ചെയ്യാറില്ല. സിലിക്കൺ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇടണമെന്നുള്ളൂ സിലിക്കൺ. ഇതാണ് നമ്മൾ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ നല്ലോണം തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. നമ്മളത് കാണിക്കണമെന്നില്ല എന്നുള്ളൂ. മൊത്തത്തിൽ ക്ലീൻ ചെയ്യേണ്ട. അവിടെ ചെറുതായിട്ടൊന്ന് ഒരു കോട്ടൺ കഷ്ണം എടുത്തിട്ടൊന്ന് നനച്ചിട്ട് നമ്മൾ ആ ഭാഗം തുടച്ചെടുക്കണം. അതുപോലെ ക്ലോസറ്റിൻ്റെ ഈ സിലിക്കണ് പിടിക്കണ ഭാഗം നല്ലോണം വൃത്തിയായിട്ട് അവിടെ ചളിയും പൊടിയൊക്കെ തുടച്ചെടുക്കണം. ഇനി നമ്മൾ സിലിക്കൺ ഇടുകയാണ്. കറക്റ്റ് അടയാളത്തിൽ സിലിക്കൺ ഇട്ട് കൊടുക്കണം. പലരും പല കോലത്തിലാണ് ചെയ്യുന്നത്. ചിലർ വൈറ്റ് സിമെൻ്റൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. നമ്മൾ സിലിക്കൺ ഇട്ടിട്ടാണ് ചെയ്യാറ്. സിലിക്കൺ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ എന്തെങ്കിലും റീപ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും സിലിക്കൺ ആകുമ്പോൾ സുഖമാണ്. അതുപോലെ ഈ 4 ഇഞ്ചിൻ്റെ ഈ സൈഡിൽ കൂടെ സിലിക്കൺ ഇടണം. അതിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇടുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഇടാറുണ്ട്. ജസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിലും ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 1 ഇഞ്ചിൻ്റെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ക്ലോസറ്റ് ഉറപ്പിച്ചു. നമ്മൾ സിലിക്കൺ ഇട്ടത് ജസ്റ്റ് കുറച്ചൊന്ന് തള്ളി വന്നിട്ടുണ്ട്. കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കി എടുക്കണം മൊത്തത്തിൽ. അങ്ങനെ നമ്മളെ ക്ലോസറ്റ് ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.